ഇന്ന് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കാണാൻ പോവാട്ടോ. കഴിഞ്ഞ 4 വർഷമായിട്ട് എന്ന് നാട്ടിലേക്ക് വന്നാലും ഒരു വട്ടമെങ്കിലും പോയിട്ട് കാണുന്ന ഒരാൾ. ഞാൻ ഇന്ന് പോകുന്നത് പാലക്കാട് പോളി ക്ലിനിക്കിലേക്കാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാ 4 വർഷം മുന്നേ ഞാൻ എൻ്റെ ആദിക്ക് ജന്മം നൽകിയത്. ഒരു വർഷത്തിൽ ഹോസ്പിറ്റലിൻ്റെ മുഖച്ഛായ തന്നെ ആകെ മാറി. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടോ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇവളിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ആരെ കാണാനാവോ പോകുന്നതെന്ന്. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്. ഞാനിവിടെ കാണാൻ വന്ന ആളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻ്റെ ഡോക്ടറമ്മ, എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജയശ്രീ. കഴിഞ്ഞ 4 വർഷമായി ഞാൻ എന്ന് പോയാലും ഒരമ്മയുടെ വാത്സല്യം തരുന്ന എൻ്റെ ഡോക്ടറമ്മ. എപ്പോൾ പോയാലും പുള്ളിക്കാരുടെ പരാതിയായിരുന്നു, എന്താ മോനെ കൊണ്ടുവന്നില്ല എന്ന്. ഇപ്രാവശ്യം ഞാൻ മോനെയും കൊണ്ടാണ് പോയത്. ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളിക്കാരി ഫ്രീ ആയിട്ടായിരിക്കുക, എന്നെക്കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നേരത്തെ തന്നെ പുള്ളിക്കാരി സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൻ്റെ മുഖച്ഛായ ആകെ മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ കാര്യം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എന്നാൽ പിന്നെ സംഗീത പോയിട്ട് ഇവിടുത്തെ റൂംസൊക്കെ കണ്ടിട്ട് പോവാ, ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു സിസ്റ്ററിനെ ഏർപ്പാടാക്കി തന്നു കേട്ടോ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സിസ്റ്ററുടെ പേര് തങ്കം എന്നാണേ. പുള്ളിക്കാരിക്കൊരു പരാതി, എന്താ ഡോക്ടർക്ക് മാത്രമേ പാട്ട് പാടിക്കൊടുക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും പാടിത്തരില്ല. അങ്ങനെ ഞാൻ തങ്കം സിസ്റ്ററിനും ഒരു പാട്ട് പാടിക്കൊടുത്തു. ഞങ്ങളുടെ ഈ കോൺവെർസേഷൻ്റെ ഇടയിലേക്ക് ഡോക്ടർ സുധീരൻ കയറി വന്നു, ജയശ്രീ ഡോക്ടറുടെ ഹസ്ബൻഡ്. വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇന്നലത്തെ. പാട്ടും വർത്തമാനങ്ങളും വിശേഷം പറച്ചിലുമായി ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു ഇന്നലെ കിട്ടിയത്.